അമ്മേ ഇതെന്നാ ഒരു കോലം ആടിയത്. മനുഷ്യര് തൊണ്ടേന്ന് വല്ല ഇറങ്ങിയാലല്ലേ ക്ഷീണിക്കാണ്ടിരിക്കുള്ളൂ. ഇതാരാണീ പറയണത്? നീ ഇച്ചിരി നാരങ്ങ വെള്ളം ഉണ്ടാക്ക്. ഇങ്ങനെ ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന അടുക്കളയിലുള്ളവർക്കല്ലേ ബുദ്ധിമുട്ട്. 2-3 പേരുടെ അടുത്ത് നാളെ അമ്മ ഡേറ്റ് പറഞ്ഞേക്കണേ. അവർക്ക് നാളെ പൈസ കിട്ടിയില്ലേ പോലീസ് കേസ് കൊടുക്കുന്ന പറയണേ. എന്ത് ചെയ്യും അമ്മ, ഒരു വഴിയും ഇല്ല. ഞാൻ ചേട്ടനോട് ഇച്ചിരി പൈസ വെക്കാന്ന് വിചാരിച്ചാ വന്നേ. എത്രയായാലും നിന്റെ കൂടപ്പുറപ്പല്ലേടി. അവൻ എന്തെങ്കിലും സഹായിക്കാതിരിക്കത്തില്ല. ശരിയാക്കി തരാം. അതെ, പെങ്ങള് വന്നിട്ടുണ്ട്, നിങ്ങളോട് പൈസ ചോദിക്കാൻ വേണ്ടി വന്നേക്കണത്. നിങ്ങൾ വിളിക്കുമ്പോൾ ആ പൈസ ആർക്കെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ മറച്ചെന്നൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ പറയുടെ കേൾക്കാണ്ട് നിങ്ങളെങ്ങനെ പൈസ കൊടുത്ത് ഞാൻ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകും. പിന്നെ ഈ വീട്ടിലും കയറത്തില്ല കേട്ടോ. അവൻ എന്നെ പറഞ്ഞ് തരാന്ന് പറഞ്ഞില്ലേ? ഇല്ലമ്മ, ചേട്ടനേലും പൈസ എടുക്കാനില്ലെന്ന് പറഞ്ഞേ. ഞാനൊന്ന് പിന്നെ ഇറങ്ങട്ടെ അമ്മ, പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവിടെ എത്തണം. റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാ വലിയ സുഖമില്ല. ഇവിടെ ആരും കഴിക്കില്ല. അമ്മയ്ക്കും ഇഷ്ടമല്ല, ചേട്ടനും ഇഷ്ടമല്ല, പിള്ളേർക്കും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ പിന്നെ ഞാൻ ചെറുപ്പത്തൊട്ടേ റേഷനറി കഴിക്കാത്തോട്ടെ തീരെ ഇഷ്ടമല്ല. ചെറുതായിട്ടൊരു മണം വന്നിട്ടുണ്ട്, ഒന്ന് വെയിലത്തിട്ടാൽ മതി. ശരി, അവിടെ എത്തിയിട്ട് വിളിക്കും. നിനക്ക് നിന്നോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് ഇതാണുള്ള വഴി എന്നോട് ചോദിക്കാൻ.